ഹലോ സ്റ്റുഡൻസ്, ദി സോളിഡ് സ്റ്റേറ്റ് എന്ന ചാപ്റ്റർ നമുക്കിവിടെ കണ്ടിന്യൂ ചെയ്യാം. അടുത്തായിട്ട് നമ്മൾ പഠിക്കുന്ന ടോപ്പിക് ക്രിസ്റ്റൽ ലാറ്റിസ് ആൻഡ് യൂണിറ്റ് സെൽസ് എന്നുള്ളതാണ്. ഈ ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്ത ഇൻഡെക്സ്ഡ് ക്വസ്റ്റ്യൻസും നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. എന്താണ് ക്രിസ്റ്റൽ ലാറ്റിസ് ആൻഡ് യൂണിറ്റ് സെൽ? ക്രിസ്റ്റൽ ലാറ്റിസ് എന്ന് പറഞ്ഞാൽ ക്രിസ്റ്റലിൻ്റെ ഒരു ഫ്രെയിം വർക്ക്. ക്രിസ്റ്റൽ എന്ന് പറഞ്ഞാൽ നമുക്ക് മീനിങ് അറിയാം, ക്ലിയർ സ്ട്രക്ചറാണ്. ഇനി ലാറ്റിസ് എന്ന് പറഞ്ഞാൽ ഫ്രെയിം വർക്ക് അല്ലെങ്കിൽ സ്ട്രക്ചർ എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ ക്രിസ്റ്റൽ ലാറ്റിസ് എന്ന് പറഞ്ഞാൽ ഫ്രെയിം വർക്ക് ഓഫ് എ ക്രിസ്റ്റൽ എന്ന് നമുക്ക് പറയാം. ഇനി ഈ ഒരു ക്രിസ്റ്റൽ ലാറ്റിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു, ഈ ഒരു ക്രിസ്റ്റലൈൻ സോളിഡ്സിൽ കോൺസ്റ്റൻറ്റ് പാർട്ടിക്കിൾസ് അറേഞ്ച് ചെയ്തിരിക്കുന്നു. ഈ കോൺസ്റ്റൻറ്റ് പാർട്ടിക്കിൾസിൻ്റെ ആ ഒരു റെപ്രസെൻറ്റേഷനെയാണ് നമ്മൾ ക്രിസ്റ്റൽ ലാറ്റിസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ മീനിങ് ഒന്ന് നമുക്ക് നോക്കാം. ദി ആറ്റോമിക് അറേഞ്ച്മെൻറ്റ് ഓഫ് കോൺസ്റ്റുവൻറ്റ് പാർട്ടിക്കിൾസ് ഇൻ എ ക്രിസ്റ്റൽ, ഇതിനെയാണ് ക്രിസ്റ്റൽ ലാറ്റിസ്. ദി ആറ്റോമിക് അറേഞ്ച്മെൻറ്റ് ഓഫ് കോൺസ്റ്റുവൻറ്റ് പാർട്ടിക്കിൾസ് ഇൻ എ ക്രിസ്റ്റൽ. ഈ കോൺസ്റ്റുവൻറ്റ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ആറ്റംസ്, അയോൺസ് അല്ലെങ്കിൽ മോളിക്യൂൾസ് ഒക്കെ ആവാം. ഈ കോൺസ്റ്റുവൻറ്റ് പാർട്ടിക്കിൾസിനെ ക്രിസ്റ്റൽ ലാറ്റിസിൽ എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? ആസ് എ പോയിൻറ്റ്സ് ആയിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു ഡയഗ്രം ഒന്ന് നമുക്ക് നോക്കാം. ഇതാണ് ക്രിസ്റ്റൽ ലാറ്റിസിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ. ക്രിസ്റ്റൽ ലാറ്റിസിൻ്റെ ഒരു ഡയഗ്രാമാണ് കാണിച്ചിട്ടുള്ളത്. ഇതിൽ ഈ ഓറഞ്ച് കളറിലും അതുപോലെ ഗ്രീൻ കളറിലൊക്കെ കാണുന്ന ഈ ഡോട്ടുകൾ എന്താണ്? കോൺസ്റ്റുവൻറ്റ് പാർട്ടിക്കിൾസ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അത് അയോൺസ് ആയിരിക്കാം, ആറ്റംസ് ആയിരിക്കാം, അല്ലെങ്കിൽ മോളിക്യൂൾസ് ആയിരിക്കാം. ഈ അറേഞ്ച്മെൻറ്റിനെ നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു വ്യൂ ചെയ്യുമ്പോൾ ഒരു ക്യൂബിക്കൽ ഷേപ്പാണ് നമ്മളിവിടെ ഒരു ക്യൂബ് അല്ലെങ്കിൽ ഒരു ക്രിസ്റ്റലിൻ്റെ സ്ട്രക്ചറാണ് കാണുന്നത് അല്ലേ. ഇത് നമ്മളൊരു 3 ഡയമെൻഷനിലാണ് നമ്മൾ വ്യൂ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്രിസ്റ്റൽ ലാറ്റിസിൻ്റെ മറ്റൊരു മീനിങ് കൂടെ കൊടുക്കാം. ഇറ്റ് ഈസ് എ റെഗുലർ 3 ഡയമെൻഷണൽ അറേഞ്ച്മെൻറ്റ് ഓഫ് പോയിൻറ്റ്സ് ഇൻ എ സ്പേസ്. ഇറഗുലർ 3 ഡയമെൻഷണൽ അറേഞ്ച്മെൻറ്റ് ഓഫ് പോയിൻറ്റ് ഇൻ എ സ്പേസ്. ഇതാണ് ക്രിസ്റ്റൽ ലാറ്റിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ നമുക്കൊരു എക്സാമ്പിൾ ഒന്ന് നോക്കാം. ക്രിസ്റ്റൽ ലാറ്റിസ്, സോഡിയം ക്ലോറൈഡ് ക്രിസ്റ്റലിൻ്റെ ലാറ്റിസ് ആണ് ഈ കാണുന്നത്. അപ്പോൾ അതിൽ ഈ ബ്ലൂ കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് ക്ലോറൈഡ് അയോണും റെഡ് കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് സോഡിയം അയോണിൻ്റെയും റെപ്രസെൻറ്റേഷനാണ്. അപ്പോൾ ഇതാണ് ഈ സോഡിയം ക്ലോറൈഡ് എന്ന ക്രിസ്റ്റലിൻ്റെ ഒരു സ്ട്രക്ചർ, 3 ഡയമെൻഷണൽ വ്യൂ, ക്രിസ്റ്റൽ ലാറ്റിസ്. അപ്പോൾ ഇവിടെ ഈ പോയിന്റുകളിലൊക്കെ എന്താണ്? സോഡിയവും ക്ലോറിൻ്റെയും ആറ്റംസ് ആണ് അല്ലെങ്കിൽ അയോൺസുകളാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തായിട്ട് നമ്മൾ ക്രിസ്റ്റൽ ലാറ്റിസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു ക്രിസ്റ്റൽ ലാറ്റിസിന് നമുക്കൊരു ഡയഗ്രം എടുക്കാം ക്രിസ്റ്റൽ ലാറ്റിസിൻ്റെ അല്ലേ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ ക്രിസ്റ്റൽ ലാറ്റിസിലെ പോയിന്റുകളായിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്താണ്? ഒരു കോൺസ്റ്റൻറ്റ് പാർട്ടിക്കിൾസ് ആണ്. അപ്പോൾ എന്തായാലും ഒരു ക്രിസ്റ്റൽ ലാറ്റിസിന് ഈ പോയിന്റുകളുണ്ട്. ഈ പോയിന്റുകളെ നമ്മൾ പറയുന്നത് എന്താണ്? ലാറ്റിസ് സൈറ്റ് അല്ലെങ്കിൽ ലാറ്റിസ് പോയിന്റ്. ഈച്ച് പോയിന്റ് ഇൻ എ ലാറ്റിസ് ഈസ് കോൾഡ് ലാറ്റിസ് പോയിന്റ് ഓർ ലാറ്റിസ് സൈറ്റ് എന്ന് പറയുന്നു. ഇനി ഓരോ പോയിന്റും എന്താണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? ഈച്ച് പോയിന്റ് ഇൻ എ ക്രിസ്റ്റൽ ലാറ്റിസ് റെപ്രസെൻറ്റ് 1 കോൺസ്റ്റൻറ്റ് പാർട്ടിക്കിൾസ് വിച്ച് മേ ബി എൻ ആറ്റം, എ മോളിക്യൂൾ ഓർ എൻ അയോൺ ആയിരിക്കാം. ഇനി ഇവിടെ നമുക്ക് ഈ ഡയഗ്രത്തിൽ തന്നെ മനസ്സിലാക്കുന്നുണ്ട്, ഈ പോയിൻറ്റ്സുകളൊക്കെ ഈ കോൺസ്റ്റൻറ്റ് പാർട്ടിക്കിൾസിനൊക്കെ സ്ട്രെയിറ്റ് ലൈൻ ഉപയോഗിച്ച് ഇങ്ങനെ എന്ത് ചെയ്തിരിക്കുന്നു? ജോയിൻ ചെയ്തിരിക്കുന്നു അല്ലേ. ഇതേപോലെ ജോയിൻ ചെയ്താൽ നമുക്ക് ഏതൊരു ക്രിസ്റ്റൽ, നമുക്കറിയാം എല്ലാ ക്രിസ്റ്റൽസ് ഇതേപോലെ ആയിരിക്കില്ല, പല ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷേപ്പിലായിരിക്കും ക്രിസ്റ്റൽ ലാറ്റിസുകൾ ഉണ്ടാവുക. ഓരോ ക്രിസ്റ്റലും മറ്റു ക്രിസ്റ്റലിൽ നിന്ന് എൻ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാത്തിലും ഈ പോയിൻറ്റ്സുകൾ വ്യത്യാസം ഉണ്ടായിരിക്കാം. അപ്പോൾ ഏതൊരു ക്രിസ്റ്റൽ ലാറ്റിസ് എടുത്താലും അതിലെ ലാറ്റിസ് പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞ് സ്ട്രെയിറ്റ് ലൈൻ ഉപയോഗിച്ച് ജോയിൻ ചെയ്താൽ നമുക്കതിൻ്റെ ഷേപ്പ്, ഇപ്പോൾ ഈ ഒരു സ്ട്രക്ചറിൽ നമുക്കൊരു നല്ലൊരു ഷേപ്പ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ഏതൊരു ക്രിസ്റ്റൽ ലാറ്റിസ് എടുത്താലും അതിലെ പോയിൻറ്റ്സ് ജോയിൻ ചെയ്താൽ നമുക്ക് അതിൻ്റെ ജോമെട്രി മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ലാറ്റിസ് പോയിൻറ്റ്സ് ആർ joined by straight line to bring out the geometry of the lattice. അപ്പോൾ നമുക്ക് ഇതിൽ തന്നെ മറ്റ് എക്സാമ്പിൾസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ലാറ്റിസ് പോയിൻറ്റ്സ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുന്നു? അതിൻ്റെ ജോമെട്രി മനസ്സിലാക്കാനായിട്ട് സാധിക്കുമെന്നുള്ളത്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് നോക്കാം എന്താണ് യൂണിറ്റ് സെൽ. നമ്മൾ അടുത്തൊരു ടോപ്പിക്കാണ് യൂണിറ്റ് സെൽ. യൂണിറ്റ് സെൽ, യൂണിറ്റ് ആയിട്ടുള്ള സെല്ലുകളെയാണ് നമ്മൾ യൂണിറ്റ് സെൽ എന്ന് പറയുന്നത്. അപ്പോൾ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏറ്റവും ചെറിയൊരു ഭാഗത്തിനെയാണ് നമ്മൾ യൂണിറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ്. ഇറ്റ് ഈസ് ദ സ്മോളസ്റ്റ് പോർഷൻ ഓഫ് എ ക്രിസ്റ്റൽ ലാറ്റിസ്. ഒരു ക്രിസ്റ്റൽ ലാറ്റിസ് എടുത്താൽ അതിലേറ്റവും ചെറിയ ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? യൂണിറ്റ് സെൽ എന്ന് പറയുന്നത്. അപ്പോൾ വലിയൊരു സെല്ലിൻ്റെ ഒരു യൂണിറ്റാണ് നമ്മൾ
യൂണിറ്റ് സെൽ. ഇനി ഇതാണ് നമ്മുടെ ഒരു ഡയഗ്രാം. യൂണിറ്റ് സെല്ലിൻ്റെ ഒരു ക്രിസ്റ്റൽ ലാറ്റിസ് ഉണ്ട്. ഈ ലാറ്റിസിൽ ഇതാണ് ലാറ്റിസ് പോയിന്റുകൾ. ഇവിടെ ഈ റെഡ് കളറിൽ ഡാർക്കൺ ചെയ്ത് കൊടുത്തിരിക്കുന്നതാണ് യൂണിറ്റ് സെൽ എന്ന് പറയുന്നത്. അപ്പോൾ നോക്കൂ, ഈ ക്രിസ്റ്റൽ ലാറ്റിസിൽ ഒരു സെല്ല് മാത്രമേ നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുള്ളൂ അല്ലേ. അത് നമുക്ക് യൂണിറ്റ് സെൽ എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട്. ഇതേപോലെ ധാരാളം യൂണിറ്റ് സെല്ലുകൾ എവിടെയുണ്ട്? ഈ ക്രിസ്റ്റൽ ലാറ്റിസിലുണ്ട് അല്ലേ. അപ്പോൾ ഇതിലെ ഈ ക്രിസ്റ്റൽ ലാറ്റിസിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമുക്കൊരു മറ്റൊരു മീനിങ് കൊടുക്കാം, ഇറ്റ്സ് എ ഫണ്ടമെൻ്റൽ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് ദി ക്രിസ്റ്റൽ ാണ് നമ്മൾ എന്ത് പറയുന്നത്? യൂണിറ്റ് സെൽ. മറ്റൊരു മീനിങ് കൊടുക്കുക, റിപ്പീറ്റഡ് പോർഷൻ ഓഫ് യൂണിറ്റ് സെൽ ക്രിസ്റ്റൽ ലാറ്റിസ് എന്ന് നമുക്ക് എന്ത് പറയാം? യൂണിറ്റ് സെല്ലിനെ പറയാം. റിപ്പീറ്റ് ചെയ്യുന്ന പോർഷനെയാണ് നമ്മൾ യൂണിറ്റ് സെൽ എന്ന് പറയുന്നത്. എന്തിനാണ് നമ്മളിങ്ങനെ ഒരു യൂണിറ്റ് സെല്ലിൻ്റെ ആവശ്യകത? എന്തിനാണ് നമ്മൾ യൂണിറ്റ് സെൽ എടുക്കുന്നത്? നമുക്കറിയാം, 3 ഡയമെൻഷനലി വ്യൂ ചെയ്യുന്ന ക്രിസ്റ്റൽ ലാറ്റിസ് ഈ ഒരു ഷേപ്പ് ആയിരിക്കില്ല, വലിയ സൈസ് ആയിരിക്കും അല്ലേ. അതിൽ ധാരാളം കോൺസ്റ്റൻറ്റ് പാർട്ടിക്കിൾസ് ഉണ്ടായിരിക്കാം. ഈ പാർട്ടിക്കിൾസിനെ വലിയൊരു ക്രിസ്റ്റൽ ലാറ്റിസിനെ സ്റ്റഡി ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിലേറ്റവും സ്മോൾ, അതിൻ്റെ ഈ ക്രിസ്റ്റൽ ലാറ്റിസിൻ്റെ എല്ലാ സ്വഭാവവും അടങ്ങിയിട്ടുള്ള ഒരു ചെറിയ പോർഷനെ നമ്മൾ സെലക്ട് ചെയ്യുന്നു. അതിൻ്റെ ആ സ്ട്രക്ചറിനെ പറ്റിയിട്ട് പഠിക്കാനായിട്ട്, ക്രിസ്റ്റലിനെ പറ്റി പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു ചെറിയ പോർഷനെയാണ് നമ്മൾ യൂണിറ്റ് സെൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത നമുക്ക് നോക്കാം യൂണിറ്റ് സെല്ലിൻ്റെ പാരാമീറ്റേഴ്സ്. ഒരു യൂണിറ്റ് സെൽ ഇപ്പോൾ നമ്മൾ കണ്ടൊരു ക്യൂബ് ഷേപ്പാണ്. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ പാരാമീറ്റേഴ്സ് നമുക്ക് മെഷർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും? അപ്പോൾ നമുക്കൊരു യൂണിറ്റ് സെല്ലൊന്ന് നോക്കാം. ഇതാണ് യൂണിറ്റ് സെൽ അല്ലേ. യൂണിറ്റ് സെല്ലിൽ എ, ബി, സി, അതുപോലെ ആൽഫ, ബീറ്റ, ഗാമ, ഇങ്ങനെ 6 ലെറ്റേഴ്സിൽ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. ഇവിടെ എ, ബി, സി നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇത് ഇവിടുത്തെ ഒരു ഡിസ്റ്റൻസ് ആണ്. ഈ പോയിന്റിൽ നിന്ന് ഇവിടെ വരെയുള്ള അകലമാണ് ബി. അതുപോലെ ഈ ഒരു പോയിന്റ് എടുത്താൽ അവിടെ നിന്ന് ഇവിടേക്കുള്ള അകലമാണ് എ. അതായത് എഡ്ജ് ലെങ്ത്തുകളാണ് ആൽഫ, എ, ബി, സി എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. യൂണിറ്റ് സെൽ ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ 6 പാരാമീറ്റേഴ്സ് എ, ബി, സി, ആൽഫ, ബീറ്റ ആൻഡ് ഗാമ. അപ്പോൾ ആൽഫ, ബീറ്റ, ഗാമ നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലായിട്ടുണ്ട്, ആംഗിളാണ് അല്ലേ. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. 3 എഡ്ജസ് ആണ് എ, ബി, സി. എഡ്ജ് ലെങ്ത്തുകളാണ് എ, ബി, സി എന്ന് പറയുന്നത്. ദീസ് എഡ്ജസ് മേ ഓർ മേ നോട്ട് ബി മ്യൂച്വലി പെർപെൻഡിക്കുലർ. ചില സ്ട്രക്ചറിൽ എന്താണ് അവ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ ആവണമെന്നില്ല. പല ക്രിസ്റ്റലും പല ഷേപ്പുകളിലാണ് അല്ലേ. അപ്പോൾ ഏതൊരു ക്രിസ്റ്റൽ ലാറ്റിസ് എടുത്താലും അതിലൊരു യൂണിറ്റ് സെൽ എടുത്താൽ അതിന് എ, ബി, സി, അതുപോലെ ആൽഫ, ബീറ്റ, ഗാമ എന്നുള്ള 6 പാരാമീറ്റേഴ്സ് നമുക്ക് മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി എന്താണ് ഈ ആൽഫ, ബീറ്റ, ഗാമ നമുക്ക് നോക്കാം. ദി ആംഗിൾ ബിറ്റ്വീൻ ദി എഡ്ജസ് ബി ആൻഡ് സി ആണ് ആൽഫ. അതുപോലെ ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് സി ആണ് ബീറ്റ. അതുപോലെ ആംഗിൾ ബിറ്റ്വീൻ ദി എഡ്ജ് ലെങ്ത് എ ആൻഡ് ബി ആണ് ഗാമ എന്ന് പറയുന്നത്. അപ്പോൾ എ, ബി, സി എന്നുള്ള 3 എഡ്ജ് ലെങ്ത്തുകളുണ്ട്, അല്ലെങ്കിൽ 3 എഡ്ജസ് ഉണ്ട്. ആൽഫ, ബീറ്റ, ഗാമ എന്ന് പറയുന്ന ആംഗിൾസ് ഉണ്ട് ബിറ്റ്വീൻ ദി എഡ്ജസ്. അപ്പോൾ ഈ 6 പാരാമീറ്റേഴ്സാണ് നമുക്ക് യൂണിറ്റ് സെല്ലിന് ആവശ്യമായിട്ടുള്ളത്, അല്ലെങ്കിൽ നമുക്ക് മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അടുത്ത് നമുക്ക് നോക്കാം യൂണിറ്റ് സെല്ലിൻ്റെ നമ്മളൊരു ക്ലാസിഫിക്കേഷനാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പഠിച്ച പാരാമീറ്റേഴ്സിൻ്റെ ആ ഒരു വ്യത്യാസം അനുസരിച്ച് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ പ്രിമിറ്റീവ് എന്നുള്ളതും അതുപോലെ സെൻറ്റേർഡ് ആയിട്ട് 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പ്രിമിറ്റീവ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻറ്റ് പാർട്ടിക്കിൾസ് ആർ പ്രസൻറ്റ് ഓൺലി ഓൺ ദി കോർണർ പൊസിഷൻ. ഒരു ക്യൂബ് എടുത്താൽ അതിൻ്റെ കോർണർ പൊസിഷനിൽ മാത്രമാണ് കോൺസ്റ്റൻറ്റ് പാർട്ടിക്കിൾസ് ഉണ്ടാവുക. പ്രിമിറ്റീവ് എന്ന് പറഞ്ഞാൽ പ്രൈമറി എന്നുള്ളതും അതുപോലെ ഏർലിയസ്റ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഏറ്റവും ആദ്യം കണ്ടുപിടിച്ചിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അനലൈസ് ചെയ്തിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് പ്രിമിറ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ കോൺസ്റ്റൻറ്റ് പാർട്ടിക്കിൾസ് ആർ പ്രസൻറ്റ് ഓൺലി ഓൺ ദി കോർണർ പൊസിഷനാണ്. അതിനൊരു എക്സാമ്പിളാണ് സിമ്പിൾ ക്യൂബിക്. ഇനി അടുത്തത് നമ്മൾ പറയുന്നത് സെൻറ്റേർഡ് ആണ്. സെൻറ്റേർഡ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻറ്റ് പാർട്ടിക്കിൾസ് ആർ പ്രസൻറ്റ് ഓൺ ദി കോർണർ പൊസിഷൻ പ്ലസ് അതർ പൊസിഷൻ. കോർണർ പൊസിഷനിൽ ഉണ്ടായിരിക്കും പ്ലസ് ബാക്കിയുള്ള പൊസിഷനിൽ. അപ്പോൾ ഏതൊരു സ്ട്രക്ചർ എടുത്താലും കോർണർ പൊസിഷനിലുണ്ട്. അതുകൂടാതെ മറ്റ് പൊസിഷനിൽ ഉണ്ടാകുമ്പോഴാണ് നമ്മളതിനെ സെൻറ്റേർഡ് എന്ന് പറയുന്നത്. അപ്പോൾ സെൻറ്റേർഡ് തന്നെ 2 ടൈപ്സ് ഉണ്ട്. ബോഡി സെൻറ്റേർഡ് എന്ന് പറഞ്ഞാൽ കോർണറിലുണ്ട് പ്ലസ് സെൻറ്റർ ഓഫ് ദ ക്രിസ്റ്റൽ. ദെൻ ഇതാണ് അതിൻ്റെ ഒരു ഡയഗ്രാം. ഈ ബോഡി എന്താണ്, നമ്മുടെ കോർണർ, എല്ലാ കോർണേഴ്സിലും എന്തുണ്ട്, കോൺസ്റ്റൻറ്റ് പാർട്ടിക്കിൾസ് ഉണ്ട്, കൂടാതെ സെൻറ്റർ ഓഫ് ദി ക്രിസ്റ്റൽ. ദെൻ അടുത്തതാണ്
ഫേസ് സെൻറ്റേർഡ് എന്ന് പറഞ്ഞാൽ കോർണേഴ്സിലുണ്ട് പ്ലസ് സെൻറ്റർ ഓഫ് ഈച്ച് ഫേസ്. ഈ എല്ലാ കോർണേഴ്സിലും നമുക്ക് സ്ട്രക്ചർ കാണാം, കോൺസ്റ്റൻറ്റ് പാർട്ടിക്കിൾസ് കാണാം. കൂടാതെ ഈ ഒരു ഫേസിൽ നമുക്കറിയാം ഒരു ക്യൂബിന് 6 ഫേസസ് ആണുള്ളത്. അപ്പോൾ ഇവിടെ 1 2 3 4 5 6 അപ്പം അങ്ങനെ 6 ഫേസുകളിലും ഓരോ കോൺസ്റ്റൻറ്റ് പാർട്ടിക്കിൾസ് ഉള്ള യൂണിറ്റ് സെല്ലിന് നമ്മൾ ഫേസ് സെൻറ്റേർഡ് എന്ന് പറയുന്നു. ഇതിനൊക്കെ നമ്മൾ എക്സാമ്പിൾസ് പഠിക്കുന്നതാണ്. ഇനി അടുത്തത് എൻഡ് സെൻറ്റേർഡ് എന്ന് പറഞ്ഞാൽ കോർണറിലുണ്ടായിരിക്കും പ്ലസ് സെൻറ്റർ ഓഫ് എനി 2 ഓപ്പോസിറ്റ് ഫേസ്. നമുക്ക് നോക്കാം അതിൻ്റെ ഡയഗ്രാം. ഇതാണ്, ഇതെല്ലാ കോർണേഴ്സിലുണ്ട് കോൺസ്റ്റൻറ്റ് പാർട്ടിക്കിൾസ്. കൂടാതെ ഈ 2 ഫേസ് എടുത്താൽ, 2 ഓപ്പോസിറ്റ് ഫേസ് എടുത്താൽ അതിൻ്റെ സെൻറ്ററിലുണ്ടായിരിക്കും. ഇനി ഈ ഒരു ഫേസ് എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ സെൻറ്ററിലായിരിക്കും. അല്ലെങ്കിൽ ഈ ഒരു ഫേസ് അല്ലെങ്കിൽ ഇതിൻ്റെ പുറകിലൊരു ഫേസ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ സെൻറ്ററിലായിരിക്കും എൻഡ് സെൻറ്റേർഡ് യൂണിറ്റ് സെല്ലിൽ പാർട്ടിക്കിൾസ് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ യൂണിറ്റ് സെല്ലിലെ പാർട്ടിക്കിൾസിൻ്റെ അറേഞ്ച്മെൻറ്റിനെ ബേസ് ചെയ്തുകൊണ്ട് കോൺസ്റ്റൻറ്റ് പാർട്ടിക്കിളിൻ്റെ പൊസിഷൻ നോക്കിയിട്ട് നമ്മൾ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു, പ്രിമിറ്റീവ് ആൻഡ് സെൻറ്റേർഡ്. അതിൽ സെൻറ്റേർഡിനെ നോൺ പ്രിമിറ്റീവ് എന്നും അതിൽ 3 തരത്തിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്: ബോഡി സെൻറ്റേർഡ്, ഫേസ് സെൻറ്റേർഡ് ആൻഡ് എൻഡ് സെൻറ്റേർഡ്. ഓക്കെ, അടുത്തായിട്ട് നമ്മൾ നോക്കുന്നത് 7 ടൈപ്പ് യൂണിറ്റ് സെൽ ബേസ്ഡ് ഓൺ സെൽ പാരാമീറ്റേഴ്സ്. ഇപ്പം നമ്മൾ കണ്ട യൂണിറ്റ് സെല്ല് അവയുടെ കോൺസ്റ്റൻറ്റ് പാർട്ടിക്കിൾസ് അറേഞ്ച് ചെയ്തിരിക്കുന്ന പൊസിഷനെ ബേസ് ചെയ്തിട്ടാണ്. അടുത്ത് നമ്മൾ സെൽ പാരാമീറ്റേഴ്സ്, അതായത് നമ്മൾ പറഞ്ഞ എ ബി സി അതുപോലെ ആൽഫ ബീറ്റ ഗാമ ഇവയിലുള്ള വ്യത്യാസം അനുസരിച്ചിട്ട് അവയുടെ അറേഞ്ച്മെൻറ്റിലുള്ള ലെങ്ത്തിലുള്ള വ്യത്യാസം അനുസരിച്ചിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷനാണ് അടുത്ത് നമ്മൾ പറയുന്നത്. അങ്ങനെ 7 തരത്തിലുള്ള യൂണിറ്റ് സെല്ലുകൾ, 7 ടൈപ്പ് യൂണിറ്റ് സെല്ല് നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ അടുത്തത് നോക്കുന്നത്. ഇതാണ് 7 ടൈപ്പ് യൂണിറ്റ് സെല്ലുകൾ. അപ്പോൾ അതിൽ ആദ്യത്തെ നമ്മൾ ക്യൂബിക് എന്നാണ് പേര് കൊടുത്തിട്ടുള്ളത്. ക്യൂബിക് എന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാം, ഇവിടെ എ മാർക്ക് ചെയ്തിട്ടുണ്ട്, ബി മാർക്ക് ചെയ്തിട്ടുണ്ട്, സി. അപ്പോൾ ഇവിടെ എ എന്ന് പറയുന്നത് അതുപോലെ ബി ഈക്വൽ ടു എ ആണ്, സി ഈക്വൽ ടു എ ആണ്. അതായത് എയും ബിയും സിയും ഒരേപോലെയാണ് അല്ലേ, ഈക്വലാണ് അവരുടെ സൈസ്. ഇനി അവയുടെ ആംഗിൾ എങ്ങനെയാണ്? ആൽഫ 90 ഡിഗ്രി, ബീറ്റ 90 ഡിഗ്രി, ഗാമ 90 ഡിഗ്രി. അപ്പോൾ എല്ലാ ആംഗിൾസും ഈക്വൽ ആയിട്ട് വരുമ്പോൾ നമ്മളതിനെ ക്യൂബിക് ആയിട്ടുള്ള ഷേപ്പാണ്, അല്ലെങ്കിൽ ക്യൂബിക് എന്ന് പേര് കൊടുത്തിരിക്കും. അടുത്തത് ടെട്രാഗണൽ എടുത്താൽ എയും ബിയും അതുപോലെ സി, എയും ബിയും ഒരേപോലെയാണ്, പക്ഷേ സി എന്താണ്, കുറച്ച് ലെങ്ത്ത് ഉണ്ട് അല്ലേ. അപ്പോൾ എ ഈക്വൽ ടു ബി നോട്ട് ഈക്വൽ ടു സി എന്ന് നമുക്ക് പറയാം. ഇനി ആംഗിൾസ് എങ്ങനെയാണ്? ആൽഫ 90 ഡിഗ്രി, ബീറ്റ 90 ഡിഗ്രി, ഗാമ. അപ്പോൾ ആൽഫ ഈക്വൽ ടു ബീറ്റ ഈക്വൽ ടു ഗാമ ഈക്വൽ ടു 90 ഡിഗ്രി ആണെന്ന് പറയാം. അപ്പോൾ അതാണ് ടെട്രാഗണൽ ഷേപ്പുകളിൽ കാണുന്നത്. ഇനി അടുത്ത ടൈപ്പ് എന്ന് പേര് കൊടുത്തിരിക്കുന്നത് ഓർത്തോറോംബിക്. അപ്പോൾ അത് നമ്മൾ മാത്സിലൊക്കെ പറയുന്ന ആ ഒരു ജോമെട്രിക് ഷേപ്പ് തന്നെയായിട്ടാണ് പേര് കൊടുത്തിട്ടുള്ളത്. ഓർത്തോറോംബിക് എന്നാണ് പറയുന്നത്. ഇവിടെ നോക്കുകയാണെങ്കിൽ എ അതുപോലെ ബി, എ ബി നോട്ട് ഈക്വൽ ടു സി, ഇങ്ങനെയാണ് അതിൻ്റെ ഷേപ്പ് വരുന്നത്. ഇനി അതിൻ്റെ ആംഗിൾസ് നോക്കിയാൽ ആൽഫ 90, ബീറ്റ 90, ഗാമ 90 ആണ് കാണുന്നത് അല്ലേ. അപ്പോൾ അതും 3 ആംഗിൾസും എന്താണ്, ഒരേപോലെ തന്നെയാണ് കാണുന്നത്. ഇനി അടുത്തത് നോക്കുകയാണെങ്കിൽ ഹെക്സഗണൽ, ഒരു ഹെക്സഗണിൻ്റെ ഷേപ്പാണ് കാണുന്നത്. അവിടെ ഹെക്സഗണിൽ നോക്കിയാൽ എ മാർക്ക് ചെയ്തിട്ടുണ്ട്, ബി സി കുറച്ച് ലെങ്തിയാണ് അല്ലേ. ഇനി ആംഗിൾ നോക്കൂ, ആൽഫ 90 ഡിഗ്രി, ബീറ്റ 90 ഡിഗ്രി, ഗാമ ഈക്വൽ ടു 120 ഡിഗ്രി വരുന്നുണ്ട് ഗാമയ്ക്ക്. അപ്പം മെഗ്നീഷ്യം, സിങ്ക് ഓക്സൈഡൊക്കെയാണ് ഇതിന് എക്സാമ്പിൾസുമായിട്ട് വരുന്നത്. ക്യൂബിക്കിന് എക്സാമ്പിളായിട്ട് സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡൊക്കെ എക്സാമ്പിൾസ് ഒക്കെ ഉള്ള ഒരു ടേബിൾ നമ്മൾ പഠിക്കും. അടുത്താണ് റോംബോഹീഡ്രൽ എന്ന് പറയുന്ന ഷേപ്പ്. റോംബോഹീഡ്രലിനെ അല്ലെങ്കിൽ ട്രയഗണൽ എന്നും നമ്മൾ പറയാറുണ്ട്. അവിടെ നോക്കുകയാണെങ്കിൽ എ അതുപോലെ ബി സി ഇത് 3 ആംഗിളും ഈക്വലാണ്. എന്നാൽ ആൽഫ ബീറ്റ ഗാമ നോട്ട് ഈക്വൽ ടു 90 ഡിഗ്രി, 90 ഡിഗ്രി അല്ല, വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ റോംബോഹീഡ്രൽ എന്ന് പറയുന്നത്. നമുക്കറിയാമല്ലേ 90 ഡിഗ്രിയുടെ ഷേപ്പ് കണ്ടാൽ നമുക്ക് ഏകദേശം അറിയാവുന്നതാണ്. ഇവിടെ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടാണ്. അടുത്തത് മോണോക്ലിനിക്കാണ്. മോണോക്ലിനിക്കിൽ എ ബി സി ഈ ഡയഗ്രത്തിൽ തന്നെ മനസ്സിലാകുന്നുണ്ട്, എയും ബിയും സിയും വളരെ ഡിഫറെൻ്റ് ആയിട്ടാണ്. ആംഗിൾസ് ആൽഫ 90 ഡിഗ്രിയാണ്, അതുപോലെ തന്നെ ഗാമ 90 ഡിഗ്രിയാണ്, പക്ഷേ ബീറ്റ നോട്ട് ഈക്വൽ ടു 90 ഡിഗ്രി.
മനസ്സിലായല്ലോ. അപ്പോൾ ആൽഫയും ഗാമയും 90 ആണ്, പക്ഷേ ബീറ്റ 90 ഡിഗ്രി അല്ല. അടുത്തതാണ് ട്രൈ ക്ലിനിക് എന്ന് പറയുന്നത്. ട്രൈ ക്ലിനിക്കിൽ എ ബി സി നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ റോംബോഹീഡറിൽ പറഞ്ഞ പോലെ എയും ബിയും സിയും ഡിഫറെൻ്റ് ആണ്. ഇനി അതിൻ്റെ എന്താണ് ട്രൈ ക്ലിനിക്കിൻ്റെ ആംഗിൾസ് നോക്കുകയാണെങ്കിൽ ആൽഫ ബീറ്റ ഗാമ നോട്ട് ഈക്വൽ ടു 90 ഡിഗ്രി. 3 ആംഗിളും 90 ഡിഗ്രി അല്ല എന്നാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ 7 ടൈപ്പ് യൂണിറ്റ് സെല്ല് ബേസ്ഡ് ഓൺ സെൽ പാരാമീറ്റേഴ്സിൽ വെച്ചിട്ട്. ഇനി ഇതിനെ നമുക്കൊന്ന് ബോക്സ് ആയിട്ട് ഒന്നും കൂടെ നമുക്കൊരു ഡയഗ്രത്തിൽ കാണാം. നമ്മൾ നേരത്തെ കണ്ട എ ബി സി എന്നുള്ള ഒരു എഡ്ജ് ലെങ്ത്തും അതിൻ്റെ ഇടയിലുള്ള ആംഗിൾസാണ് കാണിച്ചിട്ടുള്ളത്. ഇതിലുള്ള വ്യത്യാസം അനുസരിച്ചാണ് ഈ ഷേപ്പുകൾ വരുന്നത്. അപ്പോൾ ക്യൂബിക് എടുക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞാണ് എ ഈക്വൽ ടു ബി ഈക്വൽ ടു സി ആൽഫ ബീറ്റ ഗാമ ഈക്വൽ ടു 90 ഡിഗ്രി. കണ്ടോ, ഇതാണ് അതിൻ്റെ. ഇനി റോംബോഹീഡലിൻ്റെ സ്ട്രക്ചറാണ് ഈ കാണുന്നത്. അപ്പോൾ അതിൻ്റെ എഡ്ജ് ലെങ്ത് എങ്ങനെയാണ് വരുന്നത്, അതുപോലെ അതിൻ്റെ ആംഗിൾസ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. അടുത്തതാണ് ഹെക്സഗണൽ, ഒരു ഹെക്സഗൺ ഷേപ്പാണ്. ഇനി അടുത്ത് ടെട്രാഗണലാണ്. ടെട്രാഗണൽ നേരത്തെ പറഞ്ഞ പോലെ എ ഈക്വൽ ടു ബി നോട്ട് ഈക്വൽ ടു സി. ദെൻ ഓർത്തോ റോംബിക്, മോണോ ക്ലിനിക് കാണുന്നു, ട്രൈ ക്ലിനിക്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഇപ്പോൾ ട്രൈ ക്ലിനിക് നോക്കുകയാണെങ്കിൽ എല്ലാം ഡിഫറെൻ്റ് ആണ്. എ നോട്ട് ഈക്വൽ ടു ബി നോട്ട് ഈക്വൽ ടു സി, ആൽഫ നോട്ട് ഈക്വൽ ടു ബീറ്റ നോട്ട് ഈക്വൽ ടു ഗാമ നോട്ട് ഈക്വൽ ടു 90 ഡിഗ്രി. എന്നാൽ ക്യൂബ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ക്യൂബിക് എടുക്കുകയാണെങ്കിൽ എല്ലാം 90 ഡിഗ്രിയാണ്. എയും ബിയും സിയും ഈക്വൽ ആയിരിക്കും, സെയിം ആയിരിക്കും. ആൽഫ ബീറ്റ ഗാമ 90 ഡിഗ്രിക്ക് ഈക്വൽ ആണ്. അപ്പോൾ ക്യൂബിക്കും ട്രൈ ക്ലിനിക്കും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വാല്യൂസാണ് വരുന്നത് എന്നുള്ളത് നമ്മളൊന്ന് ഓർത്ത് വയ്ക്കാം. ഓക്കെ, അടുത്ത് നമ്മൾ നോക്കുന്നത് ഈ ഒരു ഡയഗ്രാം എക്സാമ്പിൾസ് അടക്കമാണ് നമ്മൾ കാണിച്ചിട്ടുള്ളത്. ക്യൂബിക് എ ഈക്വൽ ടു ബി, ഇതിൻ്റെ ആക്സിയൽ ഡിസ്റ്റൻസ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ ആക്സിയൽ ആംഗിൾസും കൊടുത്തിട്ടുണ്ട്. ഇനി പോസിബിൾ ആയിട്ടുള്ളത് ഈ ക്യൂബിക് ഷേപ്പിൽ ആക്സിയൽ ആംഗിളും ആക്സിയൽ ഡിസ്റ്റൻസും ഇങ്ങനെ വരുമ്പോൾ അത് 3 തരത്തിൽ എക്സിസ്റ്റ് ചെയ്യുന്നു. പ്രിമിറ്റീവായിട്ടും കാണാം, ബോഡി സെൻറ്റേഡ് ആയിട്ടും ഫേസ് സെൻറ്റേഡ് ആയിട്ടും കാണാം. അതായത് പ്രിമിറ്റീവ് എന്ന് പറഞ്ഞാൽ കോർണേഴ്സിൽ മാത്രമാണ് കോൺസ്റ്റൻറ്റ് പാർട്ടിക്കിൾസ്. ബോഡി സെൻറ്റേഡ് എന്ന് പറഞ്ഞാൽ കോർണേഴ്സിലുണ്ടായിരിക്കും പ്ലസ് സെൻറ്റർ ഓഫ് ദി ബോഡി. ഫേസ് സെൻറ്റേഡ് എന്ന് പറഞ്ഞാൽ കോർണേഴ്സിലുണ്ടായിരിക്കും പ്ലസ് ഈച്ച് ഫേസിൻ്റെ സെൻറ്റർ ഓഫ് ഈച്ച് ഫേസിലുണ്ടായിരിക്കും. അപ്പോൾ ഈ 3 തരത്തിലുള്ള അറേഞ്ച്മെൻറ്റുകൾ നമുക്ക് ക്യൂബിക്കിൽ തന്നെ കാണാനായിട്ട് സാധിക്കും. അതിന് എക്സാമ്പിളാണ് പൊട്ടാഷ്യം ക്ലോറൈഡ്, സോഡിയം ക്ലോറൈഡ്. അതുപോലെ ടെട്രാഗണലിൽ പ്രിമിറ്റീവ് ഉണ്ടായിരിക്കാം, ബോഡി സെൻറ്റേഡ് ഉണ്ട്. ടിൻ ഓക്സൈഡ്, ടൈറ്റാനിയം ഡയോക്സൈഡ് ആണ് നമ്മൾ എക്സാമ്പിളായിട്ട് പറയുന്നത്. ഇനി ഓർത്തോ റോംബിക്കലി പ്രിമിറ്റീവ്, ബോഡി സെൻറ്റേഡ്, ഫേസ് സെൻറ്റേഡ്, എൻഡ് സെൻറ്റേഡ്. പൊട്ടാഷ്യം നൈട്രേറ്റ്, ബേരിയം സൾഫേറ്റ്. ഹെക്സഗണലിൽ പ്രിമിറ്റീവാണ്, ഒരൊറ്റ ടൈപ്പേ ഉള്ളൂ പ്രിമിറ്റീവ്, മെഗ്നീഷ്യം, സിങ്ക് ഓക്സൈഡ്. ട്രൈഗണൽ അല്ലെങ്കിൽ റോംബോഹീഡറിൽ ഒറ്റ ടൈപ്പാണ് പ്രിമിറ്റീവ്, കാൽഷ്യം കാർബണേറ്റ്, കാൽസൈറ്റ് അല്ലെങ്കിൽ സിന്നബാർ, അതായത് മെർക്കുറിയുടെ ഒരു കോമ്പൗണ്ടാണ്. ദെൻ മോണോക്ലിനിക് എന്ന് പറയുമ്പോൾ പ്രിമിറ്റീവ് ആൻഡ് എൻഡ് സെൻറ്റേഡ്, മോണോക്ലിനിക് സൾഫർ. മോണോക്ലിനിക് സൾഫർ എന്ന് പറഞ്ഞാൽ സൾഫറിൻ്റെ ഒരു അലോട്രോപ്പിക് ഫോമാണ്. അതുപോലെ Na2SO4, 10H2O, സോഡിയം സൾഫൈഡ്. ദെൻ ട്രൈക്ലിനിക്കിൽ വരുമ്പോൾ പ്രിമിറ്റീവ് മാത്രമല്ല, പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ആൻഡ് ബോറിക് ആസിഡ്, H3BO3 ബോറിക് ആസിഡ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് 1 2 3 4 5 6 7 8 9 10 11 12 13 14. ഇപ്പോൾ ഇത് ഈ 7 ടൈപ്സ് കൂടാതെ നമുക്ക് ഇത്തരത്തിലുള്ള ക്യൂബിക്കുകളും ഈ 14 ടൈപ്സും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിന് നമ്മൾ മറ്റൊരു പേര് പറയും, നമുക്കത് കാണാം. ഇത് നമ്മൾ ഈ പഠിച്ച 7 ടൈപ്സും അതിൻ്റെ ആംഗിൾസൊക്കെ പഠിക്കാനായിട്ടുള്ളൊരു എളുപ്പത്തിലുള്ള ഒരു കോഡാണ്. ക്യൂട്ട് മദർ എന്നുള്ളൊരു കോഡ് കൊടുത്തിട്ട് നമുക്ക് എളുപ്പത്തിൽ പഠിക്കാം. CUTE. അപ്പോൾ ക്യൂട്ട് എന്നുള്ളതിൽ ക്യൂബിക്ക് വരുന്നു, ടെട്രാഗണൽ വരുന്നു, മോണോക്ലിനിക് M, ദെൻ ഓർത്തോറോംബിക് O, ട്രൈക്ലിനിക്കലി T, ഹെക്സഗണൽ HE, ദെൻ R. അപ്പോൾ ക്യൂട്ട് മദർ എന്നുള്ള ആ ഒരു കോഡ് ഉപയോഗിച്ച് നമുക്ക് ഈ 7 ടൈപ്പ് ക്രിസ്റ്റൽ സിസ്റ്റത്തിനെ ഓർക്കാം. അതുപോലെ തന്നെ ഇവിടെ നോക്കുക, ഇവിടെ എയും A ഈക്വൽ ടു B ഈക്വൽ ടു C ക്യൂബിക്കിലും ഏറ്റവും എൻഡിലും ഒരേപോലെയാണ്. അതുപോലെ ടെട്രാഗണലും ഹെക്സഗണലും നോക്കുകയാണെങ്കിൽ അതും ഒരേപോലെയാണ് ആക്സിയൽ ആംഗിൾസ് വരുന്നത്. പിന്നെ ഈ 3 ടൈപ്പ് മോണോക്ലിനിക്, ഓർത്തോറോംബിക്, ട്രൈക്ലിനിക് ഒരേപോലെ. അപ്പം അങ്ങനെ ഒരുമിച്ച് എഴുതിയിരിക്കണമെന്ന് മാത്രം. അതിൻ്റെ എക്സാമ്പിൾസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ കണ്ട സിമ്പിൾ ക്യൂബിക്കായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നു, ബോഡി സെൻറ്റേഡ്. അപ്പോൾ 3 2 2 ടൈപ്സ്, 4 ടൈപ്സ്, 1
1 1 ഇത് ആഡ് ചെയ്ത് നമുക്ക് 14 പോസിബിൾ ആയിട്ടുള്ള അറേഞ്ച്മെൻറ്റ് കാണുന്നു. ഈ 14 പോസിബിൾ അറേഞ്ച്മെൻറ്റിനെ നമ്മൾ പറയുന്ന പേരാണ് ബ്രെവൈസ് ലാറ്റിസ്. അതായത് ഫ്രഞ്ച് മാത്തമാറ്റീഷ്യനായ ബ്രെവൈസ് ആണ് ഈ 14 പോസിബിൾ ആയിട്ടുള്ള 3 ഡയമെൻഷണൽ ലാറ്റീസുകളെ എക്സിസ്റ്റൻസ് മനസ്സിലാക്കി തന്നത്. അപ്പം അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേരോട് കൂടിയിട്ട് ബ്രെവൈസ് ലാറ്റിസസ് എന്നാണ് നമ്മളിതിനെ പേര് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമുക്കൊന്ന് എടുത്ത് കാണാം. അതിൻ്റെ ഡയഗ്രാം യൂണിറ്റ് സെൽസ് ഓഫ് 14 ടൈപ്സ് ഓഫ് ബ്രെവൈസ് ലാറ്റിസസ്. ക്യൂബിക്കിൽ നമ്മൾ പറഞ്ഞു 3 തരത്തിലാണ്: പ്രിമിറ്റീവ്, ബോഡി സെൻറ്റേഡ്, ഫേസ് സെൻറ്റേഡ്. അതുപോലെ ടെട്രാഗണലിൽ 2 ടൈപ്പ്, ഹെക്സഗണലിൽ 1 ടൈപ്പാണ്, 1 ടൈപ്പ് പ്രിമിറ്റീവ് മാത്രമാണ്, ഫേസ് എൻ സെൻറ്റേഡ് ആണ്. ഓർത്തോറോംബിക്കിൽ പ്രിമിറ്റീവ്, ബോഡി സെൻറ്റേഡ്, ഫേസ് സെൻറ്റേഡ് ആൻഡ് ബേസ് ഫേസ് സെൻറ്റേഡ്. മോണോക്ലിനിക്കിൽ അതുപോലെ 2 ടൈപ്സ്, ട്രൈഗണലിൽ, ട്രൈക്ലിനിക്കിൽ. അപ്പോൾ ഇങ്ങനെ ഇവിടെ 1 2 3 4 5 6 7 8 9 10 11 12 13 14 അങ്ങനെ 14 പോസിബിൾ ആയിട്ടുള്ള ബ്രെവൈസ് ലാറ്റിസസ് ആണ് നമ്മൾ ഈ കാണുന്നത്. നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നതൊക്കെ ഒരു ഡയഗ്രാമാണ്. അവയെ ഒന്നും കൂടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കാണിച്ചിരിക്കുന്നതെന്ന് മാത്രം. ഇനി ഇതിനെ റെപ്രസെൻ്റ് ചെയ്ത് വരുന്ന ഈ ക്വസ്റ്റ്യനിൽ റെപ്രസെൻ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇൻ ടെക്സ്റ്റ് ക്വസ്റ്റ്യൻസ്. ഗിവ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് എ ലാറ്റിസ് പോയിന്റ്. Each lattice point represents one constant particle of a solid, which may be an atom, a molecule, അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ആറ്റം ഓർ ആൻ അയോൺ ആയിരിക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് നെയിം ദി പാരാമീറ്റേഴ്സ് ദാറ്റ് ക്യാരക്ടറൈസ് എ യൂണിറ്റ് സെൽ. നമ്മൾ പറഞ്ഞു ABC എന്ന് പറഞ്ഞ 3 എഡ്ജസ് ഉണ്ട്, ആൽഫ, ബീറ്റ, ഗാമ എന്ന് പറയുന്ന 3 ആംഗിൾസ് ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ഹെക്സഗണൽ ആൻഡ് മോണോക്ലിനിക് യൂണിറ്റ് സെൽ, ഫേസ് സെൻറ്റേഡ് ആൻഡ് എൻഡ് സെൻറ്റേഡ് യൂണിറ്റ് സെൽ. ഹെക്സഗണൽ ആൻഡ് മോണോക്ലിനിക് യൂണിറ്റ് സെൽ നമുക്ക് ആ ഒരു പിക്ചറിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അല്ലെങ്കിൽ ഒരു ബോക്സ് ഉണ്ട്, ഹെക്സഗണൽ, പ്രിമിറ്റീവ്, ദെൻ അതിൻ്റെ ആക്സിയൽ ആംഗിൾസ് കൊടുത്തിട്ടുണ്ട്, ആക്സിയൽ ഡിസ്റ്റൻസ് കൊടുത്തിട്ടുണ്ട്, എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഫേസ് സെൻറ്റേഡ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻറ്റ് പാർട്ടിക്കിൾസ് ആർ പ്രസൻറ്റ് അറ്റ് ദ കോർണേഴ്സ് പ്ലസ് 1 അറ്റ് ദി സെൻറ്റർ ഓഫ് ഈച്ച് ഫേസ്. ദെൻ എൻഡ് സെൻറ്റേഡ് constant particles are present at the corners plus 1 at the center of any 2 opposite faces. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഈ വീഡിയോയിൽ നമ്മൾ പഠിച്ചത്. ക്രിസ്റ്റൽ ലാറ്റിസസ് എന്താണ്, അതുപോലെ യൂണിറ്റ് സെൽ എന്താണ്, ക്രിസ്റ്റൽ ലാറ്റിസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്, യൂണിറ്റ് സെല്ലുകളുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്, 6 പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണ്. ഈ യൂണിറ്റ് സെല്ലിനെ 2 തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ കാണുന്നുണ്ട്. ഒന്ന് അവയുടെ കോൺസ്റ്റൻറ്റ് പാർട്ടിക്കിൾസ് അറേഞ്ച് ചെയ്തിരിക്കുന്ന പൊസിഷനെ ബേസ് ചെയ്തുകൊണ്ട്, പിന്നെ പറയുന്നത് ആക്സിയൽ ഡിസ്റ്റൻസും ആക്സിയൽ ആംഗിൾസും, അതായത് പാരാമീറ്റേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്ലാസിഫിക്കേഷൻസ്. ഇനി അതിൽ തന്നെ ബ്രെവൈസ് ലാറ്റിസസിൻ്റെ 14 പോസിബിൾ ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻസും നമ്മൾ കണ്ടു. അപ്പോൾ ഇത്രയും ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യുക, കൂടാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.